ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ സാദിഖലി തങ്ങളെക്കുറിച്ച് ഒരു വാചകം ഞാൻ പറഞ്ഞു. ലീഗിന്റെ ചിലര് എന്തൊരു ഉറഞ്ഞു തുള്ളലാണ്. പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാനോ? പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല പോലും. പാണക്കാട് കുറെ തങ്ങന്മാരുണ്ട്. ആ തങ്ങന്മാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിഖലി തങ്ങളെക്കുറിച്ചാണ്. സാദിഖലി തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ചെലവാകൂ? ആരെങ്കിലും അംഗീകരിക്കൂ? ഞങ്ങൾക്കൊരു വർഗീയതയുമായി സന്ധിയില്ല. 4 വോട്ട് കിട്ടട്ടെ എന്ന് വെച്ച് വർഗീയതയുടെ പിന്നാലെ പോകില്ല. ആ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു മാറ്റം. എന്താ മാറ്റം? ഒരാൾ ഇപ്പോഴും RSS, ആ RSS ആയ ആള് നേരെ കോൺഗ്രസിൽ ചെല്ലുന്നു, കോൺഗ്രസ് സ്വീകരിക്കുന്നു. അവരുടെ അഖിലേന്ത്യാ നേതൃത്വം അടക്കം പറന്നെത്തി ഇദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുന്നു. എല്ലാവരും കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നല്ലോ. ഈ ഘട്ടത്തിൽ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയാണ് വന്ന് മത്സരിക്കുന്നത്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ നേതൃനിരയാകെ അവിടെ പ്രവഹിച്ചെത്തി. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ ആര്? SDPI. SDPI ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? പരസ്യമായാണല്ലോ പറയുന്നത്, പരസ്യ നിലപാടാണല്ലോ. എന്തുകൊണ്ട് വേറിട്ട് നിൽക്കാൻ പറ്റുന്നില്ല? അവിടെയല്ലേ വേറിട്ട് നിൽക്കേണ്ടത്. നിങ്ങൾ വർഗീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല എന്ന് പറയാൻ കഴിയണ്ടേ? ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറയണ്ടേ? എന്താ അങ്ങനെ പറഞ്ഞാൽ നാട്ടിൽ നൊലിച്ചു പോകുമോ? എന്തേ വർഗീയതയെക്കുറിച്ച് അങ്ങനെ പറയാൻ ശങ്ക? ഇപ്പോ നമ്മുടെ പഴയ കാലം എടുത്താൽ തലശ്ശേരി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ സഖാ VMS തലശ്ശേരിയിൽ സംസാരിക്കുകയായിരുന്നു. അപ്പൊ സഖാ VMS പറഞ്ഞു, RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. എന്തേ CPIM ഒലിച്ചുപോയോ? വർഗീയതയോട് കൃത്യമായ നിലപാട് വേണ്ടേ? അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസിന് എടുക്കാൻ കഴിയുന്നുണ്ടോ? കോൺഗ്രസിന് വ്യക്തമായ നയമുണ്ടോ? SDPI മാത്രമാണോ? ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ UDFനോടൊപ്പമാണ്, UDFന് സഹായമാണ്, UDFന് പിന്തുണയാണ്. എന്തേ കോൺഗ്രസിന് കൃത്യമായ നിലപാടെടുക്കാൻ പറ്റാത്തത്? 4 വോട്ട് വേണം. 4 വോട്ടിന് വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കണം. വർഗീയ ശക്തികളെ പിണക്കരുത്. അവരുടെ വോട്ട് കൂടി തങ്ങൾക്ക് വേണം. അതുകൂടി ചേർന്നാലേ LDFനെ നേരിടാൻ പറ്റൂ. ഈ ചിന്തയല്ലേ ഇത്? UDF LDF തമ്മിലുള്ള മത്സരമായിട്ടാണോ കാണേണ്ടത്? നമ്മുടെ നാടിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണ്ടേ? വർഗീയതയുമായി സമരസപ്പെടുക, വർഗീയതയുമായി ബന്ധപ്പെടുക എന്ന് വന്നാൽ അത് വർഗീയതക്കുള്ള പ്രോത്സാഹനമല്ലേ? വർഗീയതക്ക് കൂടുതൽ കരുത്താർജിക്കാനല്ലേ കഴിയുക? നമ്മുടേതുപോലൊരു നാട്ടിൽ വർഗീയത കരുത്താർജിക്ക് നല്ലതാണോ? അതല്ലേ ചിന്തിക്കേണ്ടത്. ആ ചിന്തക്ക് തെല്ലെങ്കിലും വിധേയമാകാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ആ ചിന്തയെ തന്നെ മാറ്റിക്കളിയല്ലേ? എല്ലാം പോരട്ടെ എന്നല്ലേ കോൺഗ്രസും UDFും സ്വീകരിക്കുന്ന നിലപാടതല്ലേ? ഇതല്ലേ കാണേണ്ടത്. എന്താണ് UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നില? കഴിഞ്ഞ ദിവസം പാലക്കാട്
ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു റാലിയിൽ സംസാരിക്കുമ്പോൾ അവിടെ പുതിയൊരു മാറ്റം വന്നല്ലോ. UDF വലിയ പ്രതിസന്ധിയിലായ UDF അണികൾ വലിയ തോതിൽ അമർഷത്തോടെ കാണുന്ന ഒരു മാറ്റം. എന്താ മാറ്റം? ഒരാൾ ഇപ്പോഴും RSS, ആ RSS ആയ ആള് നേരെ കോൺഗ്രസിൽ ചെല്ലുന്നു, കോൺഗ്രസ് സ്വീകരിക്കുന്നു. അവരുടെ അഖിലേന്ത്യാ നേതൃത്വം അടക്കം പറന്നെത്തി ഇദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുന്നു. എല്ലാവരും കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ആളെ പറ്റിയൊന്നും അന്നും പറഞ്ഞില്ല, ഇന്നും ഞാൻ പറയുന്നില്ല. എന്തെല്ലാമാണ് പറഞ്ഞു വെച്ചിരുന്നത്, ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത്, അതെല്ലാം പാലക്കാടുകാർക്ക് നല്ലതുപോലെ അറിയാലോ. ജനങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് മറക്കില്ലാലോ. തങ്ങൾക്ക് RSSകാരനെ സ്വീകരിക്കാം എന്ന് തോന്നുമ്പോൾ അതിനനുസരിച്ച് ജനങ്ങൾക്ക് നിലപാട് മാറ്റാനാകുമോ? സ്വാഭാവികമായും മതനിരപേക്ഷ ചിന്താഗതിക്കാരിലാകെ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി. അവര് അതിനോട് യോജിച്ചില്ല. ആര്? UDF അണികളിൽ തന്നെ പ്രയാസം. UDF അണികൾ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഉണ്ട്, ലീഗും ഉണ്ട്, കോൺഗ്രസിൻ്റെ അണികളുമുണ്ട്, ലീഗിൻ്റെ അണികളുമുണ്ട്. എല്ലാവർക്കും ഈ RSSകാരനെ അയാൾ RSSകാരനായി നിൽക്കുമ്പോൾ തന്നെ നേരിട്ട് സ്വീകരിച്ചതിനോട് വല്ലാത്ത അമർഷം. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കടുത്ത വികാരമുയർന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു മനുഷ്യനെ സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നോ എന്ന ചിന്ത. അപ്പോ കോൺഗ്രസും UDF നേതൃത്വവും ഇടപെടുകയാണ്, കോൺഗ്രസും ലീഗ് നേതൃത്വവും തമ്മിൽ ആലോചിക്കുകയാണ്. ഇതിനൊരു പോംവഴി എന്താണ്? എങ്ങനെയാണ് തിരുത്താൻ പറ്റുക? അങ്ങനെ തിരുത്താനുള്ള വഴി ആലോചിച്ചപ്പോൾ അവർ കണ്ടത് ഈ ഇപ്പോഴും RSS ആയി നിൽക്കുന്നയാളെ നേരെ മലപ്പുറത്തെത്തിക്കുക. മലപ്പുറത്തെത്തി ലീഗിൻ്റെ പ്രസിഡന്റായ പാണക്കാട് തങ്ങളെ കാണിക്കുക. അതോടെ ലീഗ് അണികളെല്ലാം ശാന്തരാകും എന്നതാണ് കണക്കുകൂട്ടൽ. അത് അവരുടെ രാഷ്ട്രീയമായ കണക്കുകൂട്ടൽ. ഈ ഭാഗത്തെക്കുറിച്ച് അന്നൊരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയുകയുണ്ടായി. ഞാൻ അന്നേരം പറയുമ്പോൾ ഓർത്തത്, നേരത്തെ ഒരു ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രചരണത്തിന് വേണ്ടി ഞാനും പോയിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുൻപാണ്. ആ ഘട്ടം ബാബറി മസ്ജിദ് തകർന്നു കഴിഞ്ഞ ഘട്ടമാണ്. ബാബറി മസ്ജിദ് തകർത്തത് സംഘപരിവാറാണല്ലോ. പക്ഷേ ബാബറി മസ്ജിദ് തകർക്കാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും സർവ പിന്തുണയും, നമ്മൾ ബ്ലാങ്ക് ചെക്ക് എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയുള്ള പിന്തുണ എല്ലാ പാർട്ടികളും കൂടി എഴുതി നൽകിയതാണ് അന്നത്തെ കേന്ദ്ര പ്രധാനമന്ത്രി നരസിംഹറാവുവിന്. എല്ലാവരും കൂടി ചേർന്ന യോഗത്തിൽ ആ പ്രമേയം അന്ന് CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്താണ് അവതരിപ്പിച്ചത്. എല്ലാവരും അത് അംഗീകരിച്ചു. അതോടെ രാജ്യത്തിൻ്റെ മൊത്തം പിന്തുണ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായി. ആക്ട് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയാണ്. നരസിംഹറാവുവാണ് പ്രധാനമന്ത്രി. ഈ ബാബറി മസ്ജിദ് തകർക്കാൻ നിശ്ചയിച്ച ദിവസം തകർക്കേണ്ടവർ അതിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
ഒരു തടസ്സവും ഇല്ല. തടസ്സമേ ഇല്ല. കേന്ദ്ര സേനകളെല്ലാം നിർവീര്യം. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഡൽഹിയിലെ പ്രമുഖരായ മതനിരപേക്ഷതയുടെ വക്താക്കളായ വിവിധ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രധാനമന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പ്രധാനമന്ത്രി ഔട്ട് ഓഫ് റേഞ്ച്, കിട്ടാനേ ഇല്ല, ഒരു തരത്തിലും കിട്ടുന്നില്ല. ഇതല്ലേ നടന്നത്? യഥാർത്ഥത്തിൽ ആ ബാബറി മസ്ജിദ് തകർത്തത് സംഘപരിവാറാണെങ്കിലും തകർക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവു അല്ലേ? കോൺഗ്രസ് അല്ലേ? അതല്ലേ വസ്തുത. വലിയ പ്രതിഷേധം രാജ്യത്താകെ, മതനിരപേക്ഷ ശക്തികളിലാകെ. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു മസ്ജിദ് ഈ രീതിയിൽ തകർത്തതിനെതിരെയുള്ള വികാരം മുസ്ലിം ബഹുജനങ്ങൾക്ക് രാജ്യത്താകെ. അപ്പോഴാണ് ആ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നമ്മുടെ കേരളത്തിൽ ലീഗ് ഭരണം നടത്തുന്നത്. വലിയ വികാരം ലീഗിന്റെ അണികളിൽ. ഇതിൽ പ്രതിഷേധിക്കണം. പ്രതിഷേധത്തിന്റെ ഭാഗമായി വിട്ടുനിൽക്കണം ഭരണത്തിൽ നിന്ന്. കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം. പക്ഷേ കോൺഗ്രസ്, ലീഗിന് പ്രധാനം മന്ത്രിസ്ഥാനമായിരുന്നു. ആ മന്ത്രിസ്ഥാനം പ്രധാനമാണെന്ന് കണ്ടുകൊണ്ട് അവര് ഈ വികാരത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായില്ല. ആ ഇടക്കാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. തെരഞ്ഞെടുപ്പ് വന്നപ്പോ ജനങ്ങളാകെ കോൺഗ്രസിനെതിരെയുള്ള വികാരത്തിൽ. അതിലെല്ലാവരുമുണ്ട്. കോൺഗ്രസിനെതിരെയുള്ള വികാരത്തിൽ നിൽക്കുന്ന നേരത്തെ ലീഗ് അണികളായിരുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെ വികാരം ശമിപ്പിക്കുന്നതിനും കോൺഗ്രസിന് വോട്ട് ചെയ്യിക്കുന്നതിനുമായി നമ്മുടെ പാണക്കാട് തങ്ങൾ ഒറ്റപ്പാലത്തെത്തി. ദയനീയമായൊരു ചിത്രമായിരുന്നു. ഒരാളും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാനില്ല. അദ്ദേഹം എത്തിയെന്ന് പറഞ്ഞാൽ ഓടിക്കൂടുന്നവരാണ് ലീഗ് അണികൾ. പക്ഷെ ആരും തിരിഞ്ഞു നോക്കാനില്ല. അപ്പോൾ ലീഗ് പ്രവർത്തകര് എല്ലാവരുടെയും വീടുകളിൽ പോയി പറഞ്ഞു, തങ്ങൾ വന്നിരിക്കുന്നുണ്ട് ഇന്നടുത്ത്, നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരണം. ആരും പോയില്ല. ഈ ഒരു വികാരം കണ്ടതാണ്. അന്ന് എല്ലാവരും ആദരിക്കുന്ന തങ്ങളായിരുന്നു പാണക്കാട് തങ്ങൾ. പക്ഷേ ഈ നിലപാടിന്റെ ഭാഗമായതുകൊണ്ട് ലീഗ് അണികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ, സാദിഖ് അലി തങ്ങളെക്കുറിച്ച് ഒരു വാചകം ഞാൻ പറഞ്ഞു. ലീഗിന്റെ ചിലര് എന്തൊരു ഉറഞ്ഞു തുള്ളലാണ്. പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാനോ? പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല പോലും. പാണക്കാട് കുറെ തങ്ങന്മാരുണ്ട്. ആ തങ്ങന്മാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിഖ് അലി തങ്ങളെ കുറിച്ചാണ്. സാദിഖ് അലി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയോടും SDP-യോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിന് സാദിഖ് അലി തങ്ങളുടെ ഉത്തരവാദിത്വമില്ലേ, പങ്കില്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവെന്ന നിലക്ക് ചെയ്യേണ്ട കാര്യമാണോ അത്? സ്വാഭാവികമല്ലേ? ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കൂലേ? സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളും പറയില്ലേ?
സാദിഖ് അലി തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ചെലവാകൂ? ആരെങ്കിലും അംഗീകരിക്കൂ? ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്തിനാണ് അങ്ങനെ ഒരു വെപ്രാളം ഉണ്ടായത്? ഏതെല്ലാം തരത്തിലാണ് പ്രതികരണങ്ങൾ വന്നത്? ആ പ്രതികരണങ്ങളുടെ അടക്കാൻ കഴിയൂ? ആ ഭാഷ ആരുടേതാണ്? അത് ചിന്തിക്കണം. അത് തീവ്രവാദികളുടേതാണ്. ആ തീവ്രവാദ ബന്ധത്തിന്റെ ഭാഗമായി തീവ്രവാദ ഭാഷയും കരസ്ഥമാക്കാൻ ലീഗിലെ ചിലർ നിൽക്കരുത്. അതേ അവരോട് പറയാനുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയും SDPI ഒക്കെ പ്രതിനിധീകരിക്കുന്ന തീവ്രവാദ സ്വഭാവങ്ങളുണ്ടല്ലോ. ആ വർഗീയ തീവ്രവാദ നിലപാടിന്റെ ഭാഗമായുള്ള ഭാഷയും സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. അതൊന്നും ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കില്ല. ഞങ്ങളെല്ലാ വർഗീയതയ്ക്കും എതിരാണ്. RSSനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ. വിട്ടുവീഴ്ചയില്ലാതെയല്ലേ എതിർക്കുന്നത്? ഏതെങ്കിലും ഘട്ടത്തിൽ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ RSS നേതൃത്വത്തിൽ സംഘപരിവാർ കാണിക്കുന്ന വർഗീയ നിലപാടിനോട് സമരസപ്പെടുന്ന നിലപാട് CPIM ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? ഇവിടെയുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അതാണ് CPIMന്റെ പ്രത്യേകത. എന്നാൽ RSSനെയും സംഘപരിവാറിനെയും മാത്രമല്ല, ഞങ്ങൾ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും എതിർക്കും. കാരണം അവരും വർഗീയ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. ആ വർഗീയ നിലപാട് വർഗീയത വളർത്താനേ ഉപകരിക്കൂ. ഏതൊരു വർഗീയതയും മറ്റൊരു വർഗീയതയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. പരസ്പര പൂരകമാണിത്. അതുകൊണ്ട് തന്നെ ഒരു വർഗീയതയോടും ഞങ്ങൾക്ക് സന്ധിയില്ല. ഇവിടെ തലശ്ശേരി കലാപം ഉണ്ടായപ്പോ പലർക്കും പലതും നഷ്ടപ്പെട്ടല്ലോ. വീട് നഷ്ടപ്പെട്ടവരുണ്ട്, സ്വർണം നഷ്ടപ്പെട്ടവരുണ്ട്, പണം നഷ്ടപ്പെട്ടവരുണ്ട്, ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമാണ്. സഖാവ് UK കുഞ്ഞിരാമൻ എന്തിന് ഒരാരാധനാലയം സംരക്ഷിക്കാൻ വേണ്ടി കാവൽ നിന്നതിന്റെ പക തീർത്തത്. അതാണ് ഈ പാർട്ടി, അതാണ് CPIM. ഞങ്ങൾക്കൊരു വർഗീയതയുമായി സന്ധിയില്ല. 4 വോട്ട് കിട്ടട്ടെ എന്ന് വെച്ച് വർഗീയതയുടെ പിന്നാലെ പോകില്ല. ആ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊരു ഭാഗം. നമ്മുടെ രാജ്യം എല്ലാ കാലത്തും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരു രാജ്യമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആദ്യത്തെ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്നു. ലോകം, പ്രത്യേകിച്ച് 3-ാം ലോക രാഷ്ട്രങ്ങൾ, ലോകത്തെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ എല്ലാം ഇന്ത്യയെ വലിയ ആദരവോടെ കണ്ടു. എന്താ കാരണം? നമ്മുടെ സാമ്പത്തിക ശേഷിയായിരുന്നില്ല, നമ്മുടെ സൈനിക ശക്തിയായിരുന്നില്ല, നമ്മുടെ നയം ചേരിചേരാ നയമാണെന്നാണ് പറയുക. പക്ഷെ ആ ചേരിചേരാ നയത്തിന്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടാണ് ലോകവേദികളിൽ നമ്മുടെ രാഷ്ട്ര നേതാക്കൾ ഉയർത്തിയത്. അതല്ലേ നമ്മുടെ അനുഭവം? ഇപ്പോഴെവിടെയെത്തി? ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു നിലയുണ്ടോ? ലോകത്തിലെ 3-ാം ലോക രാഷ്ട്രങ്ങൾ നമ്മളെ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ നയമുള്ള രാഷ്ട്രമായി കാണുന്നുണ്ടോ? സാമ്രാജ്യ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ കാണുന്നുണ്ടോ? നമ്മളിന്ന് അമേരിക്കയുടെ
ഏറ്റവും വലിയ ഇഷ്ടത്തോടൻ. ഇനിയൊരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ പടക്കപ്പലുകൾ നമ്മുടെ തുറമുഖത്ത് വന്ന് അമേരിക്കൻ പടയാളികൾ നമ്മുടെ മണ്ണിൽ വിശ്രമിക്കും. അമേരിക്കൻ വ്യോമസേന പറന്നിറങ്ങും നമ്മുടെ വിമാനത്താവളങ്ങളിൽ. അവർക്കിവിടെ നമ്മുടെ മണ്ണിൽ വിശ്രമിക്കാൻ കഴിയും. നമ്മുടെ മണ്ണും വായുവും തുറമുഖവും എല്ലാം അമേരിക്കൻ സാമ്രാജ്യത്തിന് ഉപയോഗിക്കാൻ കഴിയും. അത്രമാത്രം വിധേയത്വം അമേരിക്കയോട് വന്നിരിക്കുന്നു എല്ലാ കാര്യത്തിലും. പരിഹാസ്യമായ രീതിയിലുള്ള നിലപാടുകൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ഒരുപാട് അനുഭവങ്ങൾ. ഇപ്പോ അടുത്ത കാലത്തുണ്ടായൊരു കാര്യമാണല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചു. പുടിൻ റഷ്യയുടെ പരമോന്നത ബഹുമതി മോദിക്ക് സമ്മാനിച്ചു. മോദി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ആ ഫോട്ടോ ലോകമാകെ വന്നു. ആ ദിവസം ഒരു പ്രത്യേക ദിവസമായിരുന്നു. ഏതാ ദിവസം? നാറ്റോവിൻ്റെ 75-ാം വാർഷികം വാഷിങ്ടണിൽ അമേരിക്ക വലിയ തോതിൽ ആഘോഷിക്കുന്ന ദിവസം. അന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ നേതാവ് പുടിനും കെട്ടിപ്പിടിക്കുന്ന കാഴ്ച കാണുന്നത്. അമേരിക്കക്ക് ഇതിൽ പരം ഒരു ക്ഷീണം വരാനുണ്ടോ? വൻപിച്ച രോഷം അമേരിക്കക്ക്. ആ രോഷം അവർ ശക്തമായി പ്രകടിപ്പിച്ചു. അമേരിക്കയുടെ വിവിധ തലങ്ങളിലുള്ള നേതാക്കൾ ഇന്ത്യക്കെതിരെ വൻപിച്ച തോതിലുള്ള അധിക്ഷേപം. അതിൽ നമ്മുടെ രാജ്യത്തെ അമേരിക്കൻ അംബാസഡർ വരെ വന്നു. നമ്മുടെ ഒരു രാജ്യമല്ലേ, പരമാധികാര രാഷ്ട്രമല്ലേ, സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമല്ലേ, നമുക്ക് നമ്മുടേതായ നയവും അന്തസ്സുമില്ലേ? അത് നമുക്ക് കാത്തു സൂക്ഷിക്കണ്ടേ? ഇങ്ങനെ അധിക്ഷേപം വന്നാൽ അതിന് മറുപടി പറയണ്ടേ? ഞങ്ങളെ കാര്യമാണതെന്ന് പറയണ്ടേ? പറയാൻ ത്രാണിയുണ്ടായോ? പറയേണ്ടവര് പറയുന്നു, കേൾക്കേണ്ടവര് കേൾക്കുക എന്നുള്ള നിലപാടല്ലേ എടുത്തത്. മറുവാക്കുണ്ടായില്ലാലോ, ആരിൽ നിന്നും കേട്ട ഭാവം നടിച്ചില്ലാലോ. പക്ഷേ കേട്ട ഭാവം നടിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്ത് ചെയ്തു? ധൃതിപ്പെട്ട് ഒറ്റ ഓട്ടം. എവിടെ? ഉക്രൈനിലേക്ക്. ആര്? ഇന്ത്യൻ പ്രധാനമന്ത്രി. എന്നിട്ടോ സെലൻസ്കിയെ അതേ വാറിൽ കെട്ടിപ്പിടിച്ചു. ആ പടം കണ്ടപ്പോ അമേരിക്കക്ക് ചെറിയൊരു സന്തോഷം. ഇത് തന്നെ പിന്നെ ന്യൂയോർക്കിലും ആവർത്തിച്ചു. നല്ല നിറഞ്ഞ ചിരി അമേരിക്കൻ മുഖങ്ങളിൽ. ഇതാണ് നമ്മുടെ നില. ഇത്രയും പരിഹാസ്യമായ നിലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതില് എന്താണ് കോൺഗ്രസിന്റെ നില? സാമ്രാജ്യത്വ വിരുദ്ധ നയത്തിൽ എന്താ സമീപനം? ഒരുപാട് വിശദാംശങ്ങളുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ഒരു അമേരിക്ക സന്ദർശനം നടത്തി. നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി അമേരിക്കയെക്കുറിച്ച് പ്രകീർത്തിച്ച് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും കാര്യം രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായോ? അതേ നില തന്നെ. ഇതാണ് കോൺഗ്രസിന്റെ നില. എവിടെ വ്യത്യാസം? സാമ്രാജ്യത്വ വിരുദ്ധ നയത്തിൽ എവിടെ വ്യത്യാസം? സാമ്രാജ്യത്വ സമീപനത്തിൽ എന്ത് വ്യത്യാസം? വർഗീയതയുള്ള കാര്യത്തിൽ എന്ത് വ്യത്യാസം? ഉദാരവൽക്കരണ നയത്തിൽ എവിടെ വ്യത്യാസം? ഇതല്ലേ പരിശോധിക്കേണ്ടത്. നമ്മുടെ രാജ്യം പൊതുവിൽ സ്വീകരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു ബദൽ നയം കേരളത്തിൽ നടപ്പാക്കുന്നു എന്ന് പറയുന്നു. ആ നടപ്പാക്കുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണും. ഞാൻ എല്ലാ ഉദാഹരണങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല.
ഒരു കാര്യം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അത് പരമദരിദ്ര വിഭാഗത്തെക്കുറിച്ചാണ്. നേരത്തെ പറഞ്ഞല്ലോ, 105 സ്ഥാനത്ത് നമ്മുടെ രാജ്യം. അപ്പോ കേരളത്തിലെ പരമദരിദ്രർ എത്ര എന്നൊരു കണക്ക് നമ്മൾ എടുത്തു. അത് അവഗണിക്കാവുന്നതാ വേണമെങ്കിൽ. 0.7%ഒക്കെയാണ്. 64,006 കുടുംബങ്ങളാണ്. പക്ഷെ അവഗണിക്കുന്നതല്ല LDF, CPIM. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അത് ഗൗരവമായി എടുത്തു. ആ 64,006 കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കണ്ടു. അതിന്റെ നടപടികൾ ആരംഭിച്ചു. 2 വർഷം മുൻപ് ഞങ്ങൾ പ്രഖ്യാപിച്ചു, 3 വർഷം കൊണ്ട് കേരളത്തെ പരമദരിദ്ര അവസ്ഥയില്ലാത്ത നാടാക്കും. കഴിഞ്ഞ വർഷം 2023 നവംബർ 1 നല്ല മാറ്റം അതിലുണ്ടായി. നല്ലൊരു ഭാഗം ഈ 64,006 കുടുംബങ്ങളിൽ നിന്ന് പരമദരിദ്രല്ലാത്ത കുടുംബങ്ങളായി മാറി, പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരായി. ഈ വർഷം 2024 നവംബർ 1 കൂടുതലായി. പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരായ കുടുംബങ്ങളുടെ എണ്ണം കൂടി. ഒരു സംശയവുമില്ലാതെ ആവർത്തിച്ച് പറയുന്നു, അടുത്ത വർഷം 2025 നവംബർ 1 പരമദരിദ്രാവസ്ഥയിലുള്ള ഒരു കുടുംബവുമില്ലാത്ത ഒരു സംസ്ഥാനമായി ഈ കേരളം മാറും. ഏതെങ്കിലും സംസ്ഥാനത്തിന് ഇങ്ങനെ പറയാൻ കഴിയോ? ഇവിടത്തെ പോലെ ദശാംശമല്ല, 1ന്റെ മേലെ അക്കങ്ങളായിട്ടാ കിടക്കുന്നത് അവിടെ പരമദരിദ്ര കുടുംബങ്ങൾ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇങ്ങനൊരു പരിപാടിയുണ്ടോ? ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ അടുത്ത വർഷം 2025 നവംബർ 1 ഇതാകെ പൂർത്തിയായാലും ആ പദ്ധതി ഏറ്റെടുക്കാൻ മറ്റേതെങ്കിലും സംസ്ഥാനം പെട്ടെന്ന് തയ്യാറായി മുന്നോട്ട് വരുമോ? ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കണ്ടു കാണാം നമുക്ക്. ഏതായാലും ഇതാണ് ബദൽ നയം, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നയം. ഇവിടെ 2016 ഓർമ്മയില്ലേ? ആ 2016 നമ്മുടെ സംസ്ഥാനത്ത് അങ്ങേയറ്റം പാവപ്പെട്ടവർക്കാണല്ലോ ഈ ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത്. 600 രൂപയാണ് അന്നത്തെ തുക. അവസാനം UDF ഗവൺമെന്റ് തീരുമാനിച്ചത്. 1.5 വർഷമായിരുന്നു കുടിശ്ശികയായി കിടക്കുന്നത്. LDF ഗവൺമെന്റ് വന്നപ്പോൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ ചെയ്ത നടപടി, ആദ്യത്തെ തീരുമാനം, ആദ്യത്തെ മന്ത്രിസഭാ തീരുമാനം, ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കും. കൊടുത്തു തീർത്തില്ലേ? അവിടെ നിന്നോ? പിന്നെ വർദ്ധിച്ചു. 600-ൽ നിന്ന് കയറി 1600-ലെത്തി. ഇപ്പൊ എത്രയാൾക്ക്? 60 ലക്ഷം കുടുംബങ്ങൾക്ക്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അതിന് ഉടക്കിട്ടു. ഉടക്കിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. ഇത് നടക്കരുത്. എന്ത് ചെയ്തു? ആ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് നമ്മൾ ഉണ്ടാക്കിയ കമ്പനി അവരെടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇതിനെ തടയലായിരുന്നു ഉദ്ദേശം. അതോടൊപ്പം സംസ്ഥാനത്തെ ആകെ വലിയ തോതിൽ സാമ്പത്തികമായി ഞെരുക്കാൻ പുറപ്പെട്ടു. അപ്പോ ആകെ വിഷമം, ശ്വാസം മുട്ടുന്ന അവസ്ഥ. ചില മാസങ്ങളിൽ പെൻഷൻ മുടങ്ങിപ്പോയി. ബോധപൂർവമായ നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്. അവസാനം സർക്കാർ നിയമസഭയിൽ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യും, ഒരു മാസവും തടസ്സമുണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പൊ എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന പദ്ധതി നേരത്തെ തന്നെ പറഞ്ഞു,
ഒരു മാസത്തത് കൊടുത്തു കഴിഞ്ഞു. ഈ വർഷം ഒരു മാസം കൂടി കൊടുക്കേണ്ടതുണ്ട്. അടുത്ത് തന്നെ ഇത് കൊടുക്കുന്നതാണ്. അടുത്ത വർഷം 3 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കും നേരത്തെ പറഞ്ഞിരിക്കുന്നു. ഇനി അതിൽ വിട്ടുവീഴ്ചയില്ല. ഇത്രമാത്രം പാവങ്ങളോടുള്ള കരുതൽ കാണിക്കുന്ന മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ കാണാൻ പറ്റുമോ? 4,10,000 വീടുകളാണ് ലൈഫിന്റെ ഭാഗമായി പൂർത്തിയായിട്ടുള്ളത്. ബാക്കി വീടുകൾ പൂർത്തിയാകാനിരിക്കുന്നു. 4 ലക്ഷത്തിനടുത്ത് പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. നാടിനോടുള്ള കരുതൽ, പാവങ്ങളോടുള്ള കരുതൽ, അതിൻ്റെ ഭാഗമായാണിതൊക്കെ. അതാണ് ഒരു നാടിനാവശ്യം. ഇപ്പൊ നടപ്പാക്കുന്ന വികസന നയം ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു, സാമൂഹ്യനീതി അധിഷ്ഠിതമായ സർവതലസ്പർശിയായ വികസന നയമാണെന്ന്. വികസനത്തിന്റെ സ്വാദ് എല്ലാവരും അനുഭവിക്കണം. വികസനത്തിന്റെ സ്പർശം എല്ലായിടവും എത്തണം. ഇതാണ് കേരളത്തിൽ ഇന്ന് കാണാൻ കഴിയുക. വിദ്യാഭ്യാസ മേഖലയെടുത്താൽ, ആരോഗ്യ മേഖലയെടുത്താൽ എല്ലാം നമുക്കിത് കാണാൻ കഴിയും. കൂടുതൽ ഔന്നത്യത്തിലേക്ക് പോകാൻ നാം ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശക്തിപ്പെടുന്നു. നേരത്തെ തകർന്നുപോയ പൊതുവിദ്യാഭ്യാസ മേഖല നമുക്കിപ്പോ നല്ല നിലക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. ലക്ഷക്കണക്കിൽ കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് കുട്ടികൾ നല്ല നിലക്ക് പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന അവസ്ഥയായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 100-ന് പുറകിലായിരുന്നു നമ്മുടെ സ്ഥാനം. നല്ല ഇടപെടലുണ്ടായി. യൂണിവേഴ്സിറ്റികൾ നല്ലതുപോലെ ശ്രമിച്ചു. ഒരു ചാലഞ്ചായി അവരെടുത്തു. ഇപ്പൊ എന്തായി? കേരള യൂണിവേഴ്സിറ്റി A++, ഗാന്ധി യൂണിവേഴ്സിറ്റി A++, കൊച്ചിൻ യൂണിവേഴ്സിറ്റി A+, കാലടി യൂണിവേഴ്സിറ്റി A+. ഇതൊക്കെ വരുന്ന മാറ്റമല്ലേ? നാക് അക്രഡിറ്റേഷനിൽ 8 യൂണിവേഴ്സിറ്റികൾ, നിരവധി കോളേജുകൾ. നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളെ റാങ്ക് ചെയ്തപ്പോ ആ റാങ്കിങ്ങിൽ 9-ാം സ്ഥാനം കേരള യൂണിവേഴ്സിറ്റി, 10-ാം സ്ഥാനം കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11-ാം സ്ഥാനം ഗാന്ധി യൂണിവേഴ്സിറ്റി, 43-ാം സ്ഥാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. 100 കോളേജ് എടുത്താൽ 16 കോളേജ് കേരളത്തിൽ നിന്നുള്ളത്. അതിൽ 4 എണ്ണം ഗവൺമെന്റ് കോളേജ്. ഞാനിപ്പോ നമ്മുടെ കുമ്പളത്ത് ശങ്കുപിള്ള കോളേജിൽ പോയിട്ടാണ് വന്നത്. അവരെ A+ നേടി നിൽക്കുന്ന കോളേജാണ്. ഇതല്ലേ അവസ്ഥ? ആ റാങ്കിങ്ങിലെടുത്താൽ 200 കോളേജ് എടുത്താൽ 50%, കോളേജ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ്. 4-1 കോളേജ് കേരളത്തിൽ നിന്നുള്ളതാണ്. മാറിയില്ലേ? ഉന്നത വിദ്യാഭ്യാസ രംഗം മാറുകയല്ലേ? നമ്മുടെ ചെറുപ്പക്കാര് കൂടുതൽ വികസനം ആഗ്രഹിക്കുകയല്ലേ? ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ വികാസമല്ലേ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? രാജ്യം മഹാരാജ്യം. പക്ഷേ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ, ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിൽ, നാം സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറാൻ പോകുന്നു. ആയുർവേദം കേരളത്തിന്റെ ഒരു സ്വത്താണ്. ആ ആയുർവേദത്തിന്റെ ഭാഗമായുള്ള ഗവേഷണങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നാം ആരംഭിക്കുന്നു. 30ഓളം മികവിന്റെ കേന്ദ്രങ്ങൾ. ഏതെല്ലാം തരത്തിലുള്ളത്? നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭാഗത്ത് മൈക്രോബയോം, വേറൊരു ഭാഗത്ത് ന്യൂട്രാസ്യൂട്ടിക്കൽസ്, മറ്റൊരു ഭാഗത്ത് ജിനോം ഡാറ്റാ സെന്റർ. എല്ലാം കേരളത്തിൽ യാഥാർത്ഥ്യമാകുകയല്ലേ? 3 സയൻസ് പാർക്കുകൾ. ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ?
എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നാം പ്രഖ്യാപിച്ച രീതിയിൽ ഒരു വിജ്ഞാന സമൂഹമായി കേരളം മാറുന്നു. ആ രീതിയിലേക്ക് നാം മുന്നേറുന്നു. ഒരു കാലത്ത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ വ്യവസായ മേഖലയിൽ കേരളം ഒരു പ്രത്യേക സ്ഥാനം നേടുന്ന കാര്യം? ഇത് വ്യവസായത്തിന് പറ്റുന്ന മണ്ണല്ല എന്നായിരുന്നില്ലേ പ്രചരണം? 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം ആ നില മാറ്റാൻ എന്ത് ചെയ്യണമെന്നതായിരുന്നു. ശ്രമം അന്നേ ആരംഭിച്ചു. നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു, ചട്ടങ്ങൾ മാറ്റേണ്ടതുണ്ടായിരുന്നു, മറ്റൊരുപാട് മാറ്റങ്ങൾ വേണ്ടതുണ്ടായിരുന്നു. എല്ലാം നടന്നപ്പോൾ എവിടെയെത്തി? ഇന്ത്യ രാജ്യത്ത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലക്ക് നമ്പർ 1 കേരളം എന്ന നില ആർജിച്ചു. ഇതല്ലേ മാറ്റം? ഈ മാറ്റം ഇനിയും വേഗതയിൽ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് നല്ല ശ്രമം നാം നടത്തേണ്ടതുണ്ട്. നമ്മുടെ നാടിൻ്റെ ജനങ്ങളുടെ ഐക്യവും ഒരുമയുമാണ് ഇതിനെല്ലാം ഇടയാക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, വയനാട് ദുരന്തത്തിൽ പോലും സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുവരെയുള്ള ദുരന്തങ്ങൾക്കൊന്നും കേന്ദ്രത്തിൽ സഹായം ലഭിച്ചിട്ടില്ല. ഇതിൽ സഹായം ലഭിക്കുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. ഇപ്പോഴും സഹായം ലഭിച്ചിട്ടില്ല. നാട് കടുത്ത പ്രതിഷേധത്തിലാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് വീണ്ടും ആവശ്യപ്പെടും നിങ്ങൾ നൽകണമെന്ന്. ഇനിയും ആവശ്യപ്പെടും. നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇനിയും ആവശ്യപ്പെടും. സംസ്ഥാന ഗവൺമെന്റ് പ്രതീക്ഷയിൽ തന്നെയാണത് കിട്ടുമെന്ന്. പക്ഷേ ഒരു കാര്യവും കൂടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, കിട്ടിയില്ലെങ്കിലും പറഞ്ഞ കാര്യം അതേപോലെ നടപ്പാക്കും. അതായത് നല്ല രീതിയിലുള്ള പുനരധിവാസം, ടൗൺഷിപ്പ് വേണ്ടി വരുമ്പോൾ വേണ്ടുന്ന പൊതുവായ കാര്യങ്ങൾ, അതോടൊപ്പം ജീവസന്ധാരണ മാർഗം ഉറപ്പാക്കൽ, തൊഴിൽ പരിശീലനം നൽകൽ, അവിടെയുള്ള സ്ത്രീകൾക്കാകെ തൊഴിൽ പരിശീലനത്തിലുള്ള നൈപുണ്യ വികസനം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു പുനരധിവാസ സ്ഥിതിയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അത് LDF പറഞ്ഞ വാക്കാണ്, അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഇതിനെല്ലാം നാടും ജനങ്ങളും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കലാണ് CPIM ഈ ഘട്ടത്തിൽ നല്ലതുപോലെ നിർവഹിക്കേണ്ടത്. അതിൻ്റെ കേന്ദ്രമായിട്ടാണ് ഇവിടെ പുതുതായി ആരംഭിക്കുന്ന ഓഫീസ് ഇനി അങ്ങോട്ട് പ്രവർത്തിക്കേണ്ടത്. ആ പ്രവർത്തനം ഭംഗിയായി കൃത്യമായി നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.